രാജ്യത്ത് താരപ്രഭയുള്ള നിരവധി മണ്ഡലങ്ങളിൽ പലതിലും വമ്പൻ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ലാത്ത കുറച്ചു മണ്ഡലങ്ങളിലാണ് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നത്. ഏപ്രിൽ 19-നും 26-നും ഇടയിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ത്രികോണ പോരാട്ടം കൊണ്ടും ഈ മണ്ഡലങ്ങളിൽ ആരാകും ജേതാവ് എന്ന് നിർണയിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇനി ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ എന്ന് നോക്കാം. രാജസ്ഥാനിലെ ചുരു മണ്ഡലം അത്തരമൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ പോരാട്ടം കടുപ്പമായിരിക്കും. ഇവിടെ ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ബിജെപിയുടെ കോട്ടയാണിത്. ബിജെപി ഇവിടെ ദേവേന്ദ്ര ജഡ്ജാരിയെയും കോൺഗ്രസ് രാഹുൽ കസ്വാനെയുമാണ് രംഗത്തിറക്കിയത്. കസ്വാൻ ബിജെപിയിൽ നിന്നാണ് കോൺഗ്രസിലെത്തിയത്. 2 തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ ബിജെപി ടിക്കറ്റ് നൽകിയില്ല. അതോടെ കോൺഗ്രസിലെത്തുകയായിരുന്നു. 2015-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 3 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് കസ്വാൻ വിജയിച്ചത്. 2019-ലും ജയം ആവർത്തിച്ചു. ജാട്ട് നേതാവായതുകൊണ്ട് രാഹുൽ കസ്വാൻ മണ്ഡലത്തിൽ അട്ടിമറി വരെ നടക്കാം. ബിജെപിയുമായി അകന്നു നിൽക്കുകയാണ് ജാട്ടുകാർ. അതുകൊണ്ട് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യവുമാണ്. ഉത്തർപ്രദേശിലെ നാഗിനെയാണ് മറ്റൊരു മണ്ഡലം. ഇവിടെ വെള്ളിയാഴ്ച വോട്ടെടുപ്പാണ്. ചന്ദ്രശേഖർ ആസാദാണ് ഇവിടെ പ്രധാന സ്ഥാനാർത്ഥി. BSPയുടെ സുരേന്ദ്രപാൽ സിംഗ്, SP-യുടെ മനോജ് കുമാർ, BJPയുടെ ഓംകുമാർ എന്നിവരാണ് ഇവിടെ മത്സരിക്കുന്നത്. ചതുഷ്കോണ പോരാട്ടം എന്നു തന്നെ പറയാം. നാഗിന പട്ടികജാതി സംവരണ മണ്ഡലമാണ്. 2009 മുതൽ ഈ മണ്ഡലം വിജയിക്കുന്നവർ നിലനിർത്താറില്ല. യുവദളിത് വോട്ടർമാർ ആസാദിനൊപ്പം പോയാൽ മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടാകും. സ്വാമി പ്രസാദ് മൗര്യയുടെ രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് സമാജ് പാർട്ടിയും ആസാദിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മത്സരം എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അസമിലെ ജോർഹട്ടിലും മത്സരം കടുപ്പമാണ്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗൗരവ് ഗൊഗോയിയാണ്. BJP തപോൻ കുമാർ ഗൊഗോയിയെയും സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് കോട്ടയാണ് ഈ മണ്ഡലം. മുൻ അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മണ്ഡലമാണിത്. 2019-ൽ തപോൻ കുമാർ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ഗൗരവ് ഗൊഗോയിയുടെ വരവ് പോരാട്ടത്തെ മാറ്റിയിരിക്കുകയാണ്. 2019-ൽ കാലിയാബോർ മണ്ഡലത്തിലെ പുനർനിർണയം പൂർത്തിയാക്കിയതോടെയാണ് ഗൗരവ് ജോർഹട്ടിലേക്ക് മാറിയത്. സുശാന്ത് ബോർഗോഹൈൻ അടക്കം വന്നതോടെ BJP ഇവിടെ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാലയുടെ പരാമർശത്തെ തുടർന്ന് BJPക്കെതിരെ പ്രതിഷേധം കനക്കുന്ന UP-യിൽ ക്ഷത്രിയ വോട്ടുകൾ BJPക്ക് നഷ്ടപ്പെടാനാണ് സാധ്യത. ക്ഷത്രിയ വിഭാഗത്തിന്റെ താൽപര്യങ്ങൾ BJP അവഗണിച്ചതാണ് കാരണം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നും ക്ഷത്രിയ സമൂഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നനോദ ജില്ലയിലാണ് പഞ്ചായത്ത് സംഘടിപ്പിച്ചത്. BJPയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പശ്ചിമ UP-യിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സംഘടനയിൽ പോലും ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പദവികൾ നൽകിയിട്ടില്ല. ക്ഷത്രിയ സമുദായം ഒറ്റക്കെട്ടായി നിന്ന് BJPയെ പരാജയപ്പെടുത്തണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പശ്ചിമ UP-യിലെ 8 ലോക്സഭാ സീറ്റുകൾ ഏപ്രിൽ 19-ന് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. സഹാരൻപൂർ, മുസഫർ നഗർ, മീററ്റ്, ബാഗ്പത്ത്, കൈരാന, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ് നഗർ എന്നിവയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സീറ്റുകൾ. ക്ഷത്രിയ ഭരണാധികാരികൾ സ്വന്തം പെൺകുട്ടികളെ മുസ്ലിം ഭരണാധികാരികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തുവെന്ന പർഷോത്തം രൂപാലയുടെ വിവാദ പ്രസംഗമാണ് BJPക്ക് തിരിച്ചടിയായിരിക്കുന്നത്. രൂപാലയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് ഇവരുടെ ആഹ്വാനം. രൂപാലയെ രാജ്കോട്ടിൽ നിന്ന് മത്സരിപ്പിക്കരുതെന്നും ക്ഷത്രിയ നേതാക്കൾ പറയുന്നുണ്ട്. ക്ഷത്രിയ ഗ്രാമങ്ങളിലേക്ക് BJP പ്രവർത്തകരെയും പ്രചാരകരെയും പ്രവേശിക്കാൻ പോലും അനുവദിക്കില്ലെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയത്. അത്രയേറെ കലിപ്പിലാണിവർ.